ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കൂവപ്പൊടി അല്ലെങ്കിൽ നമ്മുടെ ആരാറൂട്ട് പൗഡർ എന്ന് പറയില്ലേ, അത് നമ്മൾ എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് മാസങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം നമുക്കിത് ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ ഒത്തിരി ഗുണങ്ങളുള്ള ഒന്നാണ് ഈ കൂവപ്പൊടി. നമ്മുടെ ആരോഗ്യപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഒത്തിരി ഗുണങ്ങൾ നൽകുന്ന ഒന്നാണ് ഈ കൂവപ്പൊടി. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് കുട്ടികൾക്ക് കുറുക്ക് വേണമെങ്കിൽ കൊടുക്കുക. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും അതുപോലെ നമ്മുടെ മൂത്രപ്പഴുപ്പ് പോലത്തെ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് കലക്കിയിട്ട് കുടിക്കാവുന്നതാണ്. ഇത് വെള്ളത്തിൽ കലക്കിയിട്ട് അങ്ങനെയും കുടിക്കാവുന്നതാണ്, അല്ലെങ്കിൽ കുറുക്ക് പോലെ അല്ലെങ്കിൽ പായസം പോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്കിത് കഴിക്കാവുന്നതാണ്. അതുപോലെ ഇതിൽ ഒത്തിരി അയൺ കണ്ടന്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് അനീമിയ ഉള്ളവർക്കൊക്കെ ഇത് കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്കിവിടെ കുറച്ച് കൂവ എടുത്തിട്ടുണ്ട്, കൂവ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് കാണാൻ നമ്മളെ മഞ്ഞൾ അല്ലെങ്കിൽ ഇഞ്ചി പോലെ തന്നെ ഇരിക്കും. അപ്പോൾ ഇത് നമ്മൾ മണ്ണിൽ നിന്ന് കളച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ചളിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് മണ്ണൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് കഷ്ണിക്കണം. അപ്പോൾ ഇതുപോലെ പീസസ് ആക്കി എടുക്കുന്നുണ്ട്. ഇത് നമ്മൾ മണ്ണിൽ നിന്ന് കളച്ചെടുക്കുന്നതായതുകൊണ്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം, എന്നാലേ മണ്ണൊക്കെ പെടാതെ ഇരിക്കുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ വീട്ടിൽ തയ്യാറാക്കിയപ്പോൾ ഒന്ന് വീഡിയോ എടുത്ത് വെച്ചതാണ്. അപ്പോൾ ഇത് ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുക്കുന്നുണ്ട്. ഒത്തിരി ഗുണങ്ങളുള്ള ഒന്നാണ് ഈ കൂവപ്പൊടി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിത് ഒരിക്കൽ നമുക്കിത് കിട്ടുമ്പോൾ ഇത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കാലം വേണമെങ്കിലും ഇത് ഉപയോഗിക്കാം. അപ്പോൾ ഇനി ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതൊന്ന് മിക്സിയിൽ കുറച്ച് വെള്ളം ചേർത്തിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നന്നായിട്ട് ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സത്തെടുക്കണം. അപ്പോൾ നമ്മൾ അരച്ച് കഷ്ണമൊക്കെ വെച്ചിട്ടുള്ളത് ഒന്ന് മിക്സിയിലിട്ടിട്ട് വെള്ളം ചേർത്തിട്ടൊന്ന് അരച്ചെടുക്കുക. എന്നിട്ട് നമ്മളൊരു കോട്ടൻ്റെ തുണിയിലോ അല്ലെങ്കിൽ ഒരു തോർത്തിലോ ഇട്ടിട്ട് ഒന്ന് അരിച്ചെടുക്കണം വേണ്ടത്. ഇതുപോലെ നന്നായിട്ട് അരിച്ചെടുക്കുക. അപ്പോൾ അതിൻ്റെ സത്തൊക്കെ നന്നായിട്ട് താഴേക്ക് വരും. അപ്പോൾ അതിൻ്റെ ആ ഒരു ചണ്ടി പോലെ ഇരിക്കുന്നത് ബാക്കി തുണിയിലിരിക്കും. അപ്പോൾ ഇനി നമ്മളൊന്ന് ഈ ഒരു വെള്ളം നമ്മളിതൊന്ന് സെറ്റിൽ ചെയ്യാൻ വെക്കണം, ഒന്ന് ഊറി വരാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ അടിഭാഗത്ത് നല്ല കൂവപ്പൊടി സെറ്റിലാവും, മേൽഭാഗത്ത് വെള്ളം തെളിഞ്ഞു വരും. അപ്പോൾ ഇപ്പോൾ നമ്മൾ അരിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന്ന് എടുത്തിട്ട് ഈ തുണിയിലിട്ടിട്ട് നന്നായിട്ട് അരിച്ചെടുക്കുകയാണ്. അപ്പോൾ അരിച്ചെടുത്തിട്ട് നമുക്ക് ഊറി വന്നിട്ട് ഇത്രയും കൂവപ്പൊടി കിട്ടിയിട്ടുണ്ട്. ഇത് ആ കലത്തിന് താഴെ ഊറി വന്നിട്ടുള്ള പൊടിയാണ്. മേൽഭാഗത്ത് വെള്ളം തെളിഞ്ഞു വരും, അടിഭാഗത്ത് നല്ല ഫ്രഷ് ആയിട്ടുള്ള കൂവപ്പൊടി ഇതുപോലെ തെളിഞ്ഞു വരും. അപ്പോൾ നമ്മൾ ആ വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു ഭാഗം മാത്രമാണ് എടുക്കുന്നത്. ഇനി നമ്മളിതിങ്ങനെ ഉണക്കിയെടുക്കണം. അപ്പോൾ ഇതൊരു 5-6 ദിവസം വെച്ചിട്ടാണ് ഉണക്കിയെടുക്കുന്നത്. ഇത് വെയിലത്ത് വെച്ചിട്ട് ഇങ്ങനെ ഉണക്കിയെടുക്കുക. അപ്പോൾ നല്ല വെയിലുണ്ടെങ്കിൽ ഒരു 3-4 ദിവസം കൊണ്ട് ഉണക്കിയെടുക്കാവുന്നതാണ്. ഒട്ടും വെള്ളം പാടില്ല. അല്ലെങ്കിൽ ഒരു 5-6 ദിവസം അല്ലെങ്കിൽ 7 ദിവസം വെച്ചിട്ട് ഒരാഴ്ച വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് വെയിലത്തിട്ടിട്ടൊന്ന് ഉണക്കിയെടുക്കാം. നന്നായിട്ട് ഉണങ്ങി കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് എത്ര നാൾ വേണമെങ്കിലും സൂക്ഷിക്കാവുന്നതാണ്. നമുക്കിതൊരു കണ്ടെയ്നറിലിട്ടിട്ട് മാസങ്ങളോളം സൂക്ഷിക്കാം. നമുക്ക് ആവശ്യാനുസരണം എടുത്തിട്ട് കുറുക്കൊക്കെ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് വെയിലത്ത് ഉണക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ പൊടിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് കൂവപ്പൊടി തയ്യാറാക്കുന്നത്. കുറച്ചൊക്കെ ഈസി ആയിട്ടുള്ള സ്റ്റെപ്സ് ആണ്, എന്നാലും കുറച്ച് മെനക്കെടുണ്ട്. എന്നാലും നമുക്കിത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പോൾ ആരുടെങ്കിലും വീട്ടിൽ കൂവ ഉണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി വെക്കുക. അപ്പോൾ ഇനി ഇതൊരു കണ്ടെയ്നറിലിട്ടിട്ട് ഒരു ഡപ്പയിലിട്ടിട്ട് നമ്മൾ സൂക്ഷിച്ചു വെക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് വേണമെങ്കിൽ ജ്യൂസ് ഉണ്ടാക്കാം, കുറുക്ക് ഉണ്ടാക്കാം, പായസം ഉണ്ടാക്കാം, ഒരുപാട് റെസിപ്പീസ് ഉണ്ടാക്കാം. അത്രയും ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒന്നാണ്. നമുക്ക് മൂത്രപ്പഴുപ്പൊക്കെ വരുമ്പോൾ, നമുക്ക് ഡീഹൈഡ്രേഷനൊക്കെ വരുമ്പോൾ, മൂത്രപ്പഴുപ്പ് വരുമ്പോൾ നമുക്ക് ഇത് വെള്ളത്തിൽ കലക്കിയിട്ടൊന്ന് കുടിച്ചാൽ മതി, പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.